എളനാട് 33 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനവും 33 kV പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണവും ഇ.കെ. നായനാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. എളനാട് 33 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനവും 33 kV പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണവും ജനുവരി 17-ാം തീയതി എളനാട് ഇ.കെ. നായനാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വികസന ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാല് പഞ്ചായത്തുകൾ. അപ്പോൾ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് വൈദ്യുതിയുടെ ആവശ്യം വരും. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കും. വില കൂടിയ വൈദ്യുതി നമുക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും വൈദ്യുതി ചാർജ് വർദ്ധിക്കുമ്പോൾ പ്രശ്നമുണ്ടാവുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് അല്ല പുറമേ നമ്മൾ കൊണ്ടുവരുമ്പോൾ വരുന്നത് കൂടുതൽ കേസുകൾ. അപ്പം നമുക്ക് വൈദ്യുതി രംഗത്ത് പുതിയ മാറ്റങ്ങളുണ്ടാകും. അപ്പം സോളാർ വൈദ്യുതിയുടെ സാധ്യത നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ സ്കീം നമ്മൾ നടപ്പിലാക്കി. സോളാറിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് അവർക്ക് ഒഴിവാക്കി കിട്ടും. തന്നെയുമല്ല, അവർ കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ചെറിയ പൈസയും. അപ്പോൾ ഇൻകം ഏണിങ്ങും കൂടി അതിൽ, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റും കൂടി അതിൽ കൂടെ ഉണ്ടാക്കാം. അപ്പം നമ്മൾ 3 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് 300 കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വൈദ്യുതി ചാർജ് ഒരു മാസത്തെ പൂർണ്ണമായിട്ട് ഒഴിവായി കിട്ടിയത് മാത്രമല്ല 400-500 രൂപയുടെ വൈദ്യുതി അവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി. അങ്ങനെ വ്യാപകമായിട്ട് സോളാറിൻ്റെ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യ ഊർജ്ജം ഒക്കെ തന്നെ നല്ലപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനത്തിൽ കൂടി നമ്മുടെ സാങ്കേതികവിദ്യയെ നമുക്ക് വളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വൈകുന്നതാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. എം. അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ആ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ജനങ്ങൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെയും ഭരണസമിതികളെയും സമീപിക്കാറുണ്ട്. സ്വാഭാവികമായും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന്, ഏറെ വികസന പ്രവർത്തനങ്ങൾ നാടറിഞ്ഞ് ജനങ്ങളെ അറിഞ്ഞ് ചെയ്യുന്ന ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നു അതുകൂടി നടപ്പിലാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയൊരു ഇടപെടലിന്റെ ആവശ്യം പോലും ഇല്ലാതെ എളനാട് സബ്സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുന്നതിന് നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി ബ്ലോക്കിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഉണ്ടായത്. സ്വാഭാവികമായും ആ കാര്യങ്ങളെ കുറിച്ച് പ്രാഥമികമായി ചർച്ച ചെയ്യുകയും എന്ന് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഊർജ ഉപയോഗം അത് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സബ്സ്റ്റേഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലം KSEBക്ക് അതിന്റെ നിബന്ധനകൾക്കനുസൃതമായി ലഭ്യമാക്കുന്നതിന് തീരുമാനിക്കുകയാണുണ്ടായത്. ആലത്തൂർ MP രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSEB ഡയറക്ടർ സജീവ് പൗലോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS, KSEB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുകദാസ്, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാ സാനു, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, KSEB ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളുടെ യോഗം കൂടി ഇവിടെ നിന്നുള്ള 2 ജനപ്രതിനിധികൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PA ബാബുവിനെയും അതുപോലെ തന്നെ ഈ വാർഡിന്റെ മെമ്പർ ശിവകുമാറിനെയും ചുമതലപ്പെടുത്തി 4-5 മാസം അവർ ശ്രമിച്ചിട്ട് സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ കമ്മ്യൂണിറ്റികളോട് അനുബന്ധമായി ഒരു 5 സെന്റ് സ്ഥലം അനുവദിക്കാനുണ്ടായ സാഹചര്യം ഒരുക്കിയത്. അത് പലപ്പോഴും നമുക്ക് പല കടമ്പകൾ കടക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളിലൊക്കെ മന്ത്രി തന്നെ എന്നോട് പറഞ്ഞത് കൈവിട്ടു പോയോ എന്നൊരു സംശയമുണ്ട്. എന്നിട്ടും അത് പിടിച്ച് എടുത്ത് നമുക്ക് ഇങ്ങനൊരു അവസരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പഴയന്നൂർ കടനാട് മേഖലയിൽ ഉള്ള ആളുകൾക്ക് ഈ രംഗത്ത് നമുക്ക് വലിയ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് ഒരു സാക്ഷാത്കാരമാകുകയും അതോടൊപ്പം തന്നെ വലിയ ഒരു പ്രതിസന്ധി ഞങ്ങൾക്കുള്ളത് ഭരണരംഗത്താണ്. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വാർഡുകളുള്ള 59.09 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയൊരു ഗ്രാമപഞ്ചായത്ത്. ഇതൊന്ന് 2ആയി വിഭജിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ കിട്ടി എന്നത് ചുണ്ടോടടുത്ത് വന്നു, പുതിയ ഗ്രാമപഞ്ചായത്ത് അനൗൺസ് ചെയ്തു എന്നൊക്കെ മന്ത്രിസഭാ തീരുമാനമൊക്കെ വന്ന് ഇവിടെ പലരും ആഹ്ലാദപ്രകടനം നടത്തിയതാണ്. ഞാൻ എല്ലാ ഗ്രാമസഭയിലും വിടവാങ്ങൽ പ്രസംഗവും നടത്തിയതാണ്. പക്ഷെ നമുക്ക് അനുഭവയോഗ്യമല്ലാതായി കോടതി ഇടപെട്ട് കോടതിയിൽ മറ്റു പല പഞ്ചായത്തുകളും വിഭജിക്കപ്പെടാതെ വന്നപ്പോൾ അവർ പരാതി കൊടുത്തപ്പോൾ അത് ഇല്ലാതെ. ദയവായി നമുക്ക് നമ്മുടെ മന്ത്രിയോട്, നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നമ്മുടെ മന്ത്രി എന്നതുകൊണ്ടുകൂടി ഇതിലൊരു പ്രത്യേകമായ താല്പര്യമെടുത്ത് എളനാട് ഒരു മലയോര ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കാനുള്ള ഗൗരവമായ ഒരു ശ്രമം ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കാൻ. വൈദ്യുതി എന്റെ വീട്ടിൽ എത്തണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചിട്ടുള്ള, നിലവിൽ വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ഏറ്റവും ഗുണനിലവാരമുള്ള വൈദ്യുതി എത്തുക എന്നുള്ളതാണ്. അതിനും ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാന്യായ ഡയറക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 100ഓളം സബ്സ്റ്റേഷനുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ പുതിയതായി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും ഉൾപ്രദേശമായിട്ടുള്ള ഈ ഇളനാട്ടിൽ പോലും ഈ സബ്സ്റ്റേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടുത്തെ വികസനങ്ങൾ പടിപടിയായി മുമ്പോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ നാട്ടിലെ ആളുകളോടൊപ്പം എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. വ്യാപാരി വ്യവസായി സമിതി അംഗം ടി ഹരിനന്ദൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗം ശശികുമാർ TC, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് PK, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ദിനേശ് K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ സബ്സ്റ്റേഷൻ നമ്മൾ സ്ഥാപിക്കപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടുന്ന ഈ സബ്സ്റ്റേഷന് വേണ്ടി വരുന്ന സ്ഥലം വളരെയധികം കൂടുതലാണ്. അതിന്റെ കോസ്റ്റും വളരെയധികം കൂടുതലാണ്. നിർമ്മാണ ചിലവും വളരെയധികം കൂടുതലാണ്. ഒരു 110 kV സബ്സ്റ്റേഷൻ ഏകദേശം 12 കോടി രൂപയോളം ആവും. അതിന് 1.5 ഏക്കർ സ്ഥലം ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു 33 kV സബ്സ്റ്റേഷൻ, ഇപ്പോൾ ഇളനാട് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന ഈ സബ്സ്റ്റേഷൻ 33 kV സബ്സ്റ്റേഷൻ നോർമലായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 30 സെന്റ് സ്ഥലം വേണം. ഒരു 30 മുതൽ 50 സെന്റ് സ്ഥലം വരെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതിന് പുറമെ അതിലൊരു 6-7 കോടി രൂപയോളം ചെലവും നോർമലായിട്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ വളരെ അത്യാധുനിക രീതിയിലുള്ള സബ്സ്റ്റേഷൻ നിർമ്മാണ രീതികൾ ചെലവ് കുറച്ച് നടത്തി വരുന്ന ഭാഗമായിട്ടാണ് ഈ സബ്സ്റ്റേഷൻ ഇവിടെ സ്ഥാപിക്കുന്നത്. ഈ സബ്സ്റ്റേഷൻ തുടർന്ന് ഊർജ്ജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ക്യൂസ് മത്സരം നടത്തി വിജയിച്ച എളനാട് സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.